കള്ള് കുടിച്ചുകൊണ്ട് നടന്നിരുന്ന, യമൻ രാജ്യത്ത് കള്ള് കുടിച്ചുകൊണ്ട് നടന്നിരുന്ന 3 ചെറുപ്പക്കാരായ സഹോദരങ്ങളുണ്ട്. 3 പേരും അവിടെ എല്ലാ ദിവസവും ഒരുമിച്ച് കൂടാറുണ്ട്. അതിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ മാത്രം മദ്യലഹരിയില് അവന്റെ സമ്പത്തിന്റെ ഉന്നമനം കൊണ്ട് അടിച്ചു പൊളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ ബാക്കിയുള്ള 2 കൂട്ടുകാർ അവനോടെപ്പോഴും പറയും, വേണ്ടടാ വേണ്ട, നിന്റെ കൂട്ടുകാര് മരിച്ച് കബറിലില്ലേ, നിന്റെ ഉമ്മ മരിച്ച് കബറിലില്ലേ, നിന്റെ സഹോദരങ്ങൾ മരിച്ചിട്ട് കബറിലില്ലേ, അതുകൊണ്ട് വേണ്ട മോനെ കള്ളു കുടിക്കല്ലടാ, അതുകൊണ്ട് വൃത്തികേടിന്റെ വഴികളിലൂടെ കടന്നു പോകല്ലടാ. പക്ഷേ അവര് പറയുന്ന വാക്കവൻ കേൾക്കാറില്ല, അവൻ പറയുന്ന വാക്ക് കേൾക്കാറില്ല. അവരെന്ത് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ആയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോവുകയാണ്. അങ്ങനെ 3 ചെറുപ്പക്കാര് വീടിന്റെ തൊട്ടടുത്തിട്ടുള്ള കല്യാണത്തിന് ഒരുമിച്ച് കൂടുകയാണ്. ആ കല്യാണത്തിൽ ഒരുമിച്ച് കൂടുമ്പോ എങ്ങനെയുള്ള കല്യാണമാണ്? ഈ 3 കൂട്ടുകാരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. അദ്ദേഹം കല്യാണത്തിന് വിളിച്ചപ്പോ കല്യാണത്തിന് കടന്നുപോയി. അന്ന് നിക്കാഹിന് കടന്നിരിക്കുമ്പോ എല്ലാവരോടും അവിടെ കടന്നു വന്ന ആലിമായ മനുഷ്യൻ, സൂഫിയായ മനുഷ്യൻ ആബിദുൽ ഉബാദ അവിടുന്ന് നല്ല രീതിക്ക് അവിടുന്നൊരു ഉപദേശം നടത്തുകയാണ്. പടച്ചവനേ, ഇന്ന് പുതുമാരനാകാൻ കാത്തിരിക്കുന്നവനാണ്. ഈ ഇരിക്കുന്ന നിങ്ങളോടൊക്കെ അദ്ദേഹം വാദു പറയുകയാണ്. ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ ഒരുപാട് കിനാവ് കാണുന്നവരാണ്, ഒരുപാട് സന്തോഷത്തോടെ കടന്നു പോകുന്നവരാണ്. എന്നാലോ നിമിഷ നേരം മതിയല്ലോ അല്ലാഹുവിന് സ്വപ്നങ്ങളെ തകർത്ത് കളയാ, കിനാവിനെ തകർത്ത് കളയാ, സന്തോഷങ്ങളെ തകർത്ത് കളയാ നിമിഷ നേരം മതിയല്ലോ. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹനെ ഓർത്തുകൊണ്ട് കടന്നു പോകുമോ എന്ന് കല്യാണത്തിന്റെ സദസ്സിൽ വെച്ചുകൊണ്ട് ഉപദേശം കൊടുക്കുകയോ. അന്ന് രാത്രിയിൽ ആരോ കല്ല് കുടിച്ചുകൊണ്ട് കിടന്നുറങ്ങിയ ചെറുപ്പക്കാരന്റെ വീട്ടില് ആരോ കടന്നു വന്നിട്ട് വിളിക്കുകയാണ്, ഒന്നെഴുന്നേറ്റ് വരാമോ? മൂക്കറ്റം മദ്യപിച്ചുകൊണ്ട് കിടന്നുറങ്ങിയവനാണ്. ആ കല്ല് കുടിച്ച് കിടന്നുറങ്ങിയവന് തന്റെ കൂട്ടുകാർ ചെന്ന് വിളിക്കുമ്പോ സ്വന്തം കാലിൽ പോലും നിൽക്കാൻ കഴിയാതെ ആടി കടന്നു വരുമ്പോ പറഞ്ഞു, വേണ്ട, ഈ ഒരു കോലത്തിൽ നീ വരണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ കൊണ്ടാക്കുകയാണ്. പിറ്റേ ദിവസം സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരന്റെ അരികിലേക്കൊന്ന് കടന്നു വരുമ്പോ അല്ലാഹുവേ, അവര് പറഞ്ഞു, കൂട്ടുകാര് പറഞ്ഞു, ഇന്നലെ നിങ്ങൾ എന്നെ വിളിക്കാമെന്നത്, ഇന്നലെ കല്യാണം കഴിഞ്ഞ പുതുമാരനുണ്ടല്ലോ, അവനെ കൊണ്ടുവന്ന് കബറടക്കിയിട്ടാ നമ്മൾ കടന്നു വരുന്നത്. അവൻ ഇന്ന് പച്ച മണ്ണിലാണ്, 6 അടി മണ്ണാകുന്ന കബറിന്റെ ഉള്ളിലാണ്. അവന്റെ വീടിന്റെ ഉള്ളിൽ കണ്ണീരിന്റെ കടലാണ്. അവന്റെ ഉമ്മ കരയുന്നുണ്ട്, അവന്റെ ബാപ്പ കരയുന്നുണ്ട്. കടന്നു വന്നിട്ട് ജീവിക്കാനുള്ളൊരു സന്തോഷം പോലും കിട്ടാതെ മണിയറയുടെ ഉള്ളില് നമ്മുടെ കൂട്ടുകാരൻ പിടഞ്ഞു വീണു മരിച്ചു മോനെ. അതുകൊണ്ട് ഇനി കളവ് പറയൂല റബ്ബേ, കാരണം എന്നോടൊപ്പം നടന്നു വന്ന, എന്നോട് സംസാരിച്ച, എന്നോട് വർത്തമാനം പറയുകയാ. ഇനി മുതൽ ഞാൻ ഒരു തെറ്റ് ചെയ്യൂല, ഒരു തിന്മയിലേക്ക് പോകൂല, ഒരു വൃത്തികേടിലേക്ക് പോകൂല. കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് കബറിന്റെ ചാരത്ത് നിന്ന് എഴുന്നേക്കുകയാ. അദ്ദേഹത്തിന്റെ ഖബർ വഫിൽ ഖബരി മൂനിസാ, ഖബർ വഫിൽ ഖബരി മൂനിസാ. നേരം പോക്കാക്കുന്ന മലക്കുകളെ കൊടുത്ത് അവനെ സന്തോഷിപ്പിക്കണേ അല്ലാ. ഇത് പറഞ്ഞിട്ട് നേരെ ഈ ചെറുപ്പക്കാരൻ അവരുടെ കൈ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. ചെന്നുകൊണ്ട് വീട്ടിലുള്ളവരോട് പറഞ്ഞു, ആ പുതുനാരിയോട് എനിക്കൊന്ന് വർത്തമാനം പറയാനുണ്ട്. അങ്ങനെ ഒരു മറയുടെ പിന്നിലായിട്ട് പുതുനാരി കടന്നിരിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ അവിടെ വെച്ച് പാട്ടുപാടുകയാണ്. ആ പെണ്ണിനോട് പറഞ്ഞു, മോളെ, ഞാൻ ഒരു പാട്ടുപാ
പാടും, അതിൽ നിനക്ക് പഠിക്കാനുണ്ട് എന്ന് പറയുമ്പോ പെണ്ണു പറഞ്ഞു നിങ്ങൾ പാടിക്കോ. ആ പാട്ടിന്റെ ആശയം പറയട്ടെ ചെറുപ്പക്കാരാ, എത്ര സ്വപ്നം കണ്ടാലും ആ സ്വപ്നങ്ങളെ മുറിച്ചു കളയും നിമിഷ നേരം കൊണ്ട് മരണം. എത്രത്തോളം സുഖാഡംബരത്തിൽ കടന്നു പോകാമെന്ന് പറഞ്ഞാലും നിമിഷ നേരം കൊണ്ട് മോളെ അത് തകർന്നു പോകും. നീ എത്ര കിനാവ് കണ്ടവളാണ്, നീ എത്ര സ്വപ്നം കണ്ടവളാണ്, നീ എത്ര സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോയവളാണ്. ഇന്ന് നീ നിന്റെ മെത്തയിൽ തനിച്ചായില്ല മോളെ. അവിടന്ന് കുറച്ചു നേരം നിന്റെ അരികത്തിന്റെ ആയിരുന്നവർ ഈ മണിയറയിൽ നിന്ന് കടന്നു പോയത് മണ്ണറയിലേക്കല്ലേ പൊന്നുമോളെ. അതുകൊണ്ട് നിനക്ക് അല്ലാഹു ക്ഷമ തരട്ടെ എന്ന് പറഞ്ഞിട്ട് കടന്നു പോയെങ്കിൽ എന്റെ സഹോദരങ്ങളെ, അല്ലാഹുവേ ഒരു മനുഷ്യനിക്ക് നന്നാകണോ, ഒരു മനുഷ്യന് വിജയിക്കണോ, ഒരു മനുഷ്യന്റെ ആഖിറം വെളിച്ചത്തിലാകണോ, ദുനിയാവിന്റെ പുറത്ത് വെച്ചിട്ട് ഖബറിനെ പറ്റി ഓർത്താൽ മതിയെന്ന് ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ രാജകുമാര നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുനിയാവിന്റെ പുറത്ത് നമ്മൾ ഇങ്ങനെ കടക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്ക് രക്ഷപ്പെടാം. നമുക്ക് സന്തോഷത്തിന്റെ വഴികളിലൂടെ നമുക്ക് ഇൻഷാ അല്ലാഹ് എത്താൻ പറ്റും. 6 അടി മണ്ണിനെ പറ്റി ഞാൻ നിങ്ങളൊന്ന് ഓർക്കുമ്പോൾ ആരാ ഓർക്ക? നാളെ കിടക്കുന്ന വീട് അല്ലാഹ് ഖബറെന്ന മണ്ണറക്കൂട്, കാണേണ്ടയോ പള്ളിക്കാട്, കള്ളിമുള്ളാൽ നിറച്ചുള്ള വീട്. നാട്ടുകാർ നമ്മെ ചുമന്നുള്ള യാത്ര, അവസാനമായി നമ്മൾ പോകേണ്ട യാത്ര. നാട്ടുകാർ നമ്മെ ചുമന്നുള്ള യാത്ര, അവസാനമായി നമ്മൾ പോകേണ്ട യാത്ര. ആരാരും ഇല്ലാത്ത വീട് അല്ലാഹ് ഖബറെന്ന മണ്ണറക്കൂട്, കാണേണ്ടയോ പള്ളിക്കാട്, കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട്. ആര് ഓർക്കാനാണ്, ആര് ചിന്തിക്കാനാണ്? നാട്ടുകാർ നമ്മെ ചുമന്നുള്ള യാത്ര, അവസാനമായി നമ്മൾ പോകേണ്ട യാത്ര. ആരാരും ഇല്ലാത്ത വീട് അല്ലാഹ് ഖബറെന്ന മണ്ണറക്കൂട്, കാണേണ്ടയോ പള്ളിക്കാട്, കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട്. ആരെ ഓർക്കണത്? ദാരിമി ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എനിക്ക് ഈ മജ്‌ലിസിനെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാവർക്കും ജീവിച്ചിരിക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. വിട പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി വിട പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇല്ലേ, എത്ര ആളുകളെ കൊണ്ടുവന്ന് നമ്മൾ പച്ചമണ്ണിൽ കൊണ്ടുവന്ന് വെച്ചിട്ടില്ലേ നമ്മൾ? ഇല്ലേ, എത്ര ആളുകൾ നമ്മളിപ്പോ ഖബറടക്കിയിട്ടുണ്ട്. നമ്മുടെ ഉമ്മയെ, നമ്മുടെ ബാപ്പയെ. അപ്പോഴും നമ്മൾ മൊബൈൽ സംസാരിച്ചിട്ടുണ്ടാകും. കൂട്ടുകാരൻ അളിയാ ഞാനിപ്പോ സൈറ്റിലാണ്. ഏതപ്പോ സൈറ്റ്? വാപ്പായെ കൊണ്ടുവന്നപ്പോ ഖബറിൽ വെക്കാൻ, വാപ്പായെ കൊണ്ടുവയ്ക്കണ സൈറ്റ്. സുബ്ഹാനല്ലാഹ്, കാലഘട്ടം പോയൊരു പോക്കെ. അളിയ സാധനം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടത്തേക്ക്? ഖബറിലെ. അല്ലാഹുവേ, കാലം പോയൊരു പോക്ക്. അള്ളാഹു അതിപ്പോ തമാശക്കാണ് ചെറുപ്പക്കാരങ്ങനെ പറഞ്ഞെങ്കിൽ, ഇപ്പൊ അടുത്ത് നിങ്ങൾ കണ്ടില്ലേ, തമാശക്കാണ് അങ്ങനെ പറഞ്ഞെങ്കിൽ അള്ളാഹു അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ.